50 വർഷങ്ങൾക്ക് മുമ്പ് 8 ലക്ഷം ഹെക്ടർ വിസ്തൃതി ഉണ്ടായിരുന്ന കേരളത്തിലെ പാടശേഖരങ്ങൾ 2.5 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 2008 കേരള സർക്കാർ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കിയത്. ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കൃഷിഭൂമികളുടെ സർവേ നമ്പർ, വിസ്തൃതി, ഉടമസ്ഥൻ്റെ വിവരങ്ങൾ തുടങ്ങിയ വിവരങ്ങളടങ്ങുന്ന ഒരു രേഖയാണ് ഡേറ്റ ബാങ്ക് റെക്കോർഡർ എന്ന് പറയുന്നത്. കുത്തിയോട് കൃഷിഭവന് കീഴിൽ കുത്തിയോട് പഞ്ചായത്ത് 15-ാം വാർഡിലും കുത്തിയോട് പഞ്ചായത്ത് 2-ാം വാർഡിലും, അതായത് പള്ളിത്തോട് റോഡിന് തെക്കുവശവും വടക്കുവശവുമുള്ള നെൽവയലുകൾ പൊക്കാളി പാടശേഖരങ്ങളാണ്. ഒന്ന് തുറവൂർ പാടശേഖരത്തും മറ്റൊന്ന് കൊച്ചുവാക്കാട് പാടശേഖരത്തുമുള്ള പാടശേഖരങ്ങളിൽ പെടുന്ന നെൽവയലുകൾ. ഏകദേശം 60 സെൻറ്റോളം വരുന്ന നെൽവയലുകൾ ഡാറ്റാ ബാങ്കിന് പുറത്താണ്. അത് ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്, അല്ലെങ്കിൽ അനാസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഒഴിവാക്കി കൊടുത്തതാണ്. അപ്പോൾ ഈ നെൽവയലുകൾ ഇന്ന് വിൽക്കാൻ വേണ്ടി, എന്നുവെച്ചാൽ ഡാറ്റാ ബാങ്ക് ഉൾപ്പെടാത്ത നിലമെന്ന് പ്രത്യേകം എനിക്ക് മുന്നിൽ കാണുന്ന ഫ്ലെക്സ് ബോർഡിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നെൽവയലുകൾ വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭൂമാഫിയകളാണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും സംരക്ഷിക്കുവാൻ വേണ്ടി കേരള സർക്കാർ 2008 പാസാക്കിയ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം നടപ്പാക്കേണ്ട ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ നെൽവയലുകൾ ഡാറ്റാ ബാങ്കിന് പുറത്താക്കി കൊടുത്തുകൊണ്ട് നികത്താനുള്ള, അല്ലെങ്കിൽ നികത്തി മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയുള്ള ഭാഗമായി അവർ കൂട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട കുത്തിയോട് കൃഷി ഓഫീസർ അടക്കമുള്ള, അല്ലെങ്കിൽ പട്ടണക്കാട് AD അടക്കമുള്ള, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡാറ്റാ ബാങ്കിന് പുറത്തായിട്ടുള്ള ഈ കുത്തിയോട് കൃഷിഭവന് കീഴിൽ വരുന്ന ഈ നെൽപ്പാടങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നെൽവയലുകൾ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി സംരക്ഷണ സമിതിക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നെൽവയലുകൾ പ്രകൃതിദത്തമായ മഴ സംഭരണികൾ കൂടിയാണ്. വർഷകാലത്തെ മഴവെള്ളം സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തി സംഭരിക്കുകയും ഭൂഗർഭത്തിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു നെൽപ്പാടങ്ങൾ. ഭൂഗർഭ ജലശേഖരം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ വർദ്ധിപ്പിക്കുന്നതിലും വരൾച്ചയെ തടയുന്നതിലും നെൽപ്പാടങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. 1 ഏക്കർ പാടത്തിന് 1240 ഘനമീറ്ററോളം ജലസംഭരണ ശേഷിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നെൽവയലുകൾ നശിക്കുന്നത് പരമ്പരാഗതമായ ജലസ്രോതസ്സുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. നെൽവയലുകൾ നികത്തുന്നതും തരം മാറ്റുന്നതും വരും തലമുറയോട് കാണിക്കുന്ന തിരുത്തപ്പെടാനാവാത്ത അപരാധമാണ്. ആഗോള പട്ടിണിയുടെ തോത് ഗുരുതരമായത് എന്ന് വിശേഷിപ്പിച്ച 40 രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്താണ് നെൽവയലുകൾ തരം മാറ്റുന്നതും നികത്തുന്നതും എന്നുകൂടി നാം ഓർക്കണം. ആഗോളതാപന വർധന പല ജീവികളുടെയും നിലനിൽപ്പിനെ ബാധിച്ചു തുടങ്ങി. ഇത്തരം പ്രവൃത്തികൾ ആഗോളതാപനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും മനുഷ്യരുടെയും ഇതര ജീവജാലങ്ങളുടെയും ഭൂമിയിലെ ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യും. എനിക്ക് ചുറ്റും കാണുന്ന ഈ പാടം ഡാറ്റാ ബാങ്കിൽ പെട്ടതല്ല എന്നും പറഞ്ഞ് ഒരു പരസ്യം, ഈ 50 സെൻറ്റ് സ്ഥലം, ഇതവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം, ഇത് നികത്താൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. നികത്തി കൊടുക്കാൻ വേണ്ടി സെൻറ്റിനൊരു 3 ലക്ഷം വെച്ചാണ് അവർ ചോദിക്കണം. നികത്തി കൊടുത്താലേ അവർക്ക് ഈ പറഞ്ഞ 3 ലക്ഷം വെച്ച് കിട്ടുള്ളൂ. നിർത്തിയിട്ട് ഇങ്ങനെ തരശ് ഇട്ടിട്ട് ഈ തരം മാറ്റി വിൽക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന ഒരു 900 ഏക്കറിൻ്റെ അടുത്ത് വന്ന ഒരു പാടം, ഇപ്പുറത്തായാലും അതിൻ്റെ പകുതി തന്നെയുണ്ട്. ഈ 2 പാടങ്ങളും തരശിട്ടുണ്ട്. മനഃപൂർവ്വം കൃഷിക്ക് യോഗ്യമല്ലെന്ന് വരുത്തി തീർത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി, പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയൊരു മാഫിയാണ് ഈ നികത്ത് എന്ന് പറഞ്ഞ സംഭവം. അവരാണ് ഇതിൻ്റെ വലിയ വൻകിട മുതലാളിമാരിൽ നിന്ന് സമ്പത്തുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ അടുത്തുള്ളൊരു അയൽവാസിയുടെ ഒരു വസ്തുവാണ്, 50 സെൻറ്റ് സ്ഥലം. അപ്പോൾ പുള്ളിക്ക് അവർ റിട്ടയർഡ് ഗവൺമെൻറ് ജീവനക്കാരാണ് 2 പേരും. ഒരാൾ മരണപ്പെട്ടു പോയി. പിന്നെ അവർക്ക് 2 ആമക്കളുണ്ട്. ഒരു മകൻ വിദേശത്താണ്, അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അവർ നേരത്തെ അധ്യാപകനായിട്ടിരുന്ന കണ്ണൂർ സാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ
എന്തോ അസുഖങ്ങളൊക്കെ വന്ന് പുള്ളിക്ക് ഒരുപാട് പൈസയൊക്കെ ബാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവർ ഇത് വിൽക്കാൻ നടക്കണത്. ഈ 50 സെൻറ്റ് സ്ഥലം അവർക്ക് കൃഷി ചെയ്യാനൊന്നും അവർക്ക് നേരം. ഇപ്പോഴും വെള്ളം കെട്ടി നിർത്തി. ഈ വെള്ളം കൊറോണക്ക് ഈ പാടം പറ്റിയിട്ടുള്ളതല്ലാതെ കൊറോണ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ കിഴക്കോർത്തൊരു കുറച്ച് പാടമുണ്ട്. അത് ഇതുപോലെ അവർ വിദേശത്ത് അവർ താമസക്കാരായിരുന്നു. അവിടെ അവർ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് അങ്ങനെ വന്ന് അവരിവിടെ അവരുടെ വൈഫിൻ്റെ ഓരി കുറച്ച് സ്ഥലം റോഡ് സൈഡ് ഇതുപോലെ പാടമാണ്. അവർ അവിടുത്തെ വീട് വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് അവരത് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ എല്ലാവരെയും പറഞ്ഞ് ഇതാക്കിയിട്ട് അവരത് നികത്തിയിട്ട് അടുത്ത് തന്നെയുള്ള വേറൊരു കോഴി ഫാമുകാർക്ക് അത് മറച്ച് വിറ്റ്, ലക്ഷങ്ങൾക്ക് അത് മറച്ച് വിറ്റ്. 10, 25, 30 സെൻറ്റ് ഉണ്ട് അതും. എന്നിട്ട് അവർ ഇവിടെ നിന്ന് ഈ നാട് തന്നെ വിട്ട് കളഞ്ഞു. ഇപ്പം അവർക്ക് വീടും വെക്കണ്ട, കുടിലും കെട്ടണ്ട, ആ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇപ്പം അവിടെ കോഴി ഫാമുകാരെ വണ്ടിയും അവരുടെ തൊഴിലാളികളും ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു റൂമും പണിതിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. അവർക്ക് നിർമ്മാണം അവിടെ ചെയ്യാൻ പറ്റത്തില്ല, നികത്തിയ ഭൂമി ആയതുകൊണ്ട് അതും ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഉദ്യോഗസ്ഥന്മാരുടെ മെയിൻ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ചെയ്യണതാണ് ഈ കാണുന്ന മുഴുവൻ പാടങ്ങളും തരച്ചിട്ടുണ്ട്. അവർക്ക് കൈക്കൂലി കിട്ടിയാൽ മതി. ഈ തരം മാറ്റുന്ന സമ്പ്രദായം ഇത് ആര് കൊണ്ടുവന്നാണെന്ന് അറിയത്തില്ല. എന്നാലും വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയണത്. ഇത്തരം ഭൂമിയെ ഒറ്റയടിക്ക് നിവർത്താൻ പറ്റില്ല മണ്ണിട്ട്. ഇത് ഈ കാണുന്ന ഭൂമി മുഴുവൻ പാടം മുഴുവൻ നികത്താനുള്ള കുന്നുമലയും കിഴക്കൻ പ്രദേശത്ത് ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് എന്ത് കാര്യത്തിന് മൂടിയിട്ട് ഈ ഭാവി തലമുറക്ക് ജീവിക്കാനോ ആഹാരം കഴിക്കാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും നശിപ്പിക്കും. ഇവരുടെയൊക്കെ മക്കളൊക്കെ എല്ലാം വിദേശ രാജ്യങ്ങളാണ്. ഇവിടെയുള്ള ഇനിയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാലും ഇവിടുത്തെ മൈക്കാട് പണിയും ഇവിടെ കാണുന്ന പണിയൊക്കെ അവിടെ പോയി ചെയ്യും. ഇവിടെ ഒന്നും ചെയ്യാൻ നേരമില്ല അവർക്ക്. ആ ഒരു കാലം ഇവിടെ കൃഷിയുണ്ട്, കൃഷിപ്പണി പോലും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അവിടെ പോയി പറഞ്ഞ പോലെ കക്കൂസും പോരാനാ അല്ല മാർക്കപ്പണിക്ക് പോകാനാ അവർ റെഡിയാണ്. ഇവിടെ കൃഷിപ്പണി ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇതാണ് ഇവിടുത്തെ പരിപാടി. ഉള്ള ഭൂമിയെല്ലാം നികത്തി കാശാക്കി ഇവിടുന്ന് പോകണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. കൊച്ചുവാവക്കാട് കാൽവീതം ത്തിൽപ്പെട്ട ആ കിഴക്കേ പാടത്തിൻ്റെ പിന്നെ കിഴക്കേ അറ്റത്തുള്ള മുറി എൻ്റെ. അപ്പോൾ ഈ പാടശേഖരത്ത് നെല്ല് കൊയ്തെടുക്കുമായിരുന്നല്ലേ? നെല്ല് കൃഷി ഇറക്കി ഈ പാടശേഖരത്ത് നെല്ല് കൃഷി ഇറക്കുമായിരുന്നു. അത് ഇറക്കുമായിരുന്നു വർഷങ്ങളായിട്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് പൊക്കാളി പൊക്കാളി കൃഷി. കുറച്ച് നാളായിട്ട് കൃഷിയില്ലാതെ തരിശായിട്ട് കിടക്കുക. അത് ഇപ്പോഴാണെങ്കിലും കൃഷി വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാനും. പക്ഷെ ആരും ചെയ്യാറില്ല. നിരന്തരം ഉപ്പുവെള്ളം കയറ്റുന്നത് മൂലം സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്ന കുത്യതോട് തുറവൂർ പഞ്ചായത്തിലെ പൊക്കാളി പാടശേഖരങ്ങൾ പരിസരങ്ങളും പൊക്കാളി പാടശേഖരത്തോട് അനുബന്ധിച്ച പാടശേഖരങ്ങൾ തന്നെയും നികത്തുവാനുള്ള ഒരു നീക്കവുമായി ഭൂമി മാഫിയകളും ഈ പൊക്കാളി പാടശേഖരത്തിൻ്റെ ഉടമകളും ഇപ്പോൾ വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുത്യതോട് ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡും 2ാം വാർഡ് പ്രദേശത്തും നിലവിൽ സ്റ്റോപ്പ് മെമ്മോയുള്ള പ്രദേശം ഉൾപ്പെടുന്ന ഇത്തരം പാടശേഖരങ്ങൾ വീണ്ടും നികത്തുവാനുള്ള നീക്കം ശക്തമാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു നികത്തൽ വീണ്ടും ഉണ്ടായാൽ പൂർണ്ണമായും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളും ഉടൻ തന്നെ നികത്തുവാനുള്ള നീക്കം പല രീതിയിലും നടക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ നിലനികത്തലിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. അന്ന്
13-14 കാലഘട്ടങ്ങളിലാകെ ഇത് നികത്തുവാൻ ഭൂമാഫിയ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ആ സമരത്തിൻ്റെ കൂടെ അണിനിരുന്നൊരു വ്യക്തിയുമാണ് ഞാൻ. അതന്ന് ആ പാടശേഖരങ്ങളുടെ ആ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ, ഈ പൊക്കാളി പാടശേഖരങ്ങൾ നികത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിനേക്കാളും വളരെ രൂക്ഷമായിരുന്നു. എന്നാൽ അന്ന് ആ സമരങ്ങളുടെ പിൻബലമാണ് ഇന്നും ഈ പൊക്കാളി പാടശേഖരങ്ങൾ തൽസ്ഥിതിയിൽ ഇതേ സ്ഥിതിയിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിഞ്ഞത്. ആയതിനാൽ ഇത്തരത്തിലുള്ള നീക്കത്തെ നമ്മൾ പൊതുസമൂഹം ഒന്നായി കണ്ട് അതിനെ എതിർക്കുവാനുള്ള ഒരു നടപടി ഉണ്ടാകണം. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഏത് അറ്റം വരെ പോകാനാണെങ്കിലും നമുക്ക് പോകുവാനും ഈ ഉപ്പുവെള്ള ഭീഷണി മൂലം വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ജനതയെ ഇതിൽ നിന്നും മോചിപ്പിക്കുവാനും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു നടപടിക്ക് വേണ്ടിയാകണം നമ്മളുടെ ഈ സമരം ഇനി മുന്നോട്ട് പോകേണ്ടത്. ആയതിനാൽ ഇപ്പോൾ നടക്കുന്ന ഈ പാടശേഖരങ്ങളുടെ നികത്തുവാനുള്ള ശ്രമം അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വാദവുമൊക്കെയായി കുറേ ഭൂമാഫിയകളും ഭൂ ഉടമകളും ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട കർഷക സംഘങ്ങൾ ആകെ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം വരേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിന് ശക്തമായ നടപടി ഉണ്ടായി ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുവാനുള്ളത്. എന്താടാ